എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ സാമ്പത്തിക ഭദ്രതയുള്ള ബാധ്യതകളില്ലാത്ത സെറ്റിലായിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഈ പെൺകുട്ടിയുടെ അച്ഛൻ, അതേപോലെ തന്നെ അമ്മാവൻ, അങ്ങനെയുള്ള ആളുകളെല്ലാം പെൺകുട്ടിയുടെ ഈ ഒരു തീരുമാനത്തിനോടൊപ്പം തന്നെ നിൽക്കുന്നു. പെൺകുട്ടിക്ക് അതിൽ ഇത്തിരി കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിലും അവരതിന് സമ്മതിക്കില്ല. അവരാണുങ്ങളാണ്. എന്നിട്ടും അവർ സെറ്റിലായിട്ടുള്ള ഒരു പുരുഷനെയാണ് തൻ്റെ മകൾക്ക് വിവാഹം ആലോചിക്കുന്നത്. ഇത് നമുക്ക് വലിയൊരു കുറ്റമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അല്ല, ഇനിയിപ്പോൾ ഇത് കുറ്റമായിട്ട് പറയേണ്ടുന്ന ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. അത് ഏത് കാലത്താണ്? ആ ഒരു കാലമൊക്കെ അങ്ങ് വിദൂരമാണ്. ഇവിടെ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ. നമ്മുടെ നാട്ടിലെ കോമൺ രീതി അനുസരിച്ചിട്ട് ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ വീട്ടിലേക്കാണ് വിവാഹം കഴിച്ചു പോകുന്നത്. മുങ്ങാൻ സാധ്യതയുള്ള ഒരു വഞ്ചി, അതുപോലെ ഏത് സ്വർഗ്ഗലോകത്തിലേക്കാണെന്ന് പറഞ്ഞാലും ആളുകൾ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കില്ല. നിങ്ങളുടെ ജീവിതം തന്നെ കൊഞ്ഞാട്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വലിയ സൗഭാഗ്യങ്ങളായിരിക്കും. എന്നാലും അവിടെ റിസ്ക് ചാൻസുകളുണ്ട്.